الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون ബഹുമാന്യ സഹോദരന്മാരെ സഹോദരികളെ, നമ്മുടെ സൃഷ്ടാവും രക്ഷിതാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധി സൂക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചും ശ്രദ്ധിച്ചും തഖ്വയോടെ മുത്തഖികളായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായി മുത്തഖികളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ വിശിഷ്ടാതിഥി, നമുക്കേറെ പ്രിയപ്പെട്ട, നമ്മളേറെ സ്നേഹിച്ച നമ്മുടെ അതിഥി വിട പറയാൻ ഒരുങ്ങുകയാണ്. 1-2 ദിവസം അല്ലെങ്കിൽ പരമാവധി 3 ദിവസം വിശുദ്ധ റമദാൻ ഒരതിഥിയായി സത്യവിശ്വാസികൾക്ക് ഏറെ സന്തോഷം നൽകി, ആഹ്ലാദം നൽകി അവരിലേക്ക് കടന്നു വന്നു. ആ റമദാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെ, രാപ്പകലുകളിലൂടെ അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ടും സത്യവിശ്വാസികൾ അവരുടെ സമയം കഴിച്ചുകൂട്ടി. ഇന്നിപ്പോൾ ആ അതിഥി നമ്മോട് വിട പറയാൻ ഒരുങ്ങുകയാണ്. അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ, അസ്സലാമു അലൈക യാ ശഹ്റ സിയാം, അസ്സലാമു അലൈക യാ ശഹ്റ തറാവീഹ്. ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ റമദാനിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങളിൽ, പകലുകളിൽ, മണിക്കൂറുകൾ ബാക്കി നിൽക്കെ റമദാൻ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ, നമ്മുടെ സമയവും നമ്മുടെ അധ്വാനവും അല്ലെങ്കിൽ നമ്മുടെ പരിഗണനാ വിഷയങ്ങൾ
എന്തൊക്കെയാണ് എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ എന്താണ് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വാഭാവികമായി വരാവുന്ന ചില ഉത്തരങ്ങളുണ്ട്. പെരുന്നാൾ വരുന്നില്ലേ, പെരുന്നാളിന് ഡ്രസ്സ് എടുക്കണ്ടേ, പെരുന്നാളിൻ്റെ ഒരുക്കങ്ങൾ നടത്തണ്ടേ, അതിൻ്റെ ഭക്ഷണം ഒക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, പെരുന്നാളിന് ശേഷം ഒരു ട്രിപ്പും ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇല്ലേ? ഇങ്ങനെ സാധാരണഗതിയിൽ നമ്മുടെ മുമ്പിൽ വരുന്ന, പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് വരാവുന്ന ഉത്തരങ്ങൾ ഒന്നും തെറ്റല്ല, ആവശ്യമുള്ളതാണ്, ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഉള്ളതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അസ്വസ്ഥപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു കാര്യം അതെന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു റമദാൻ കൂടി എനിക്ക് തന്നു. ഒരു റമദാനിൽ കൂടി ജീവിക്കാൻ എനിക്ക് അവസരം കിട്ടി. പകൽ നോമ്പെടുക്കാനും രാത്രി നമസ്കരിക്കാനും മറ്റു സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടാനൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല എൻ്റെ ആയുസ്സും ആരോഗ്യവും എനിക്ക് നീട്ടി നൽകിയത് കൊണ്ട് എനിക്ക് സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കാണിച്ച ഈ കാരുണ്യമില്ലേ, ആ കാരുണ്യം ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിക്കുവാൻ എനിക്ക് സാധിച്ചോ എന്ന ചിന്തയാണ്. വേറൊരു രൂപത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ പാപികളാണ്. കുല്ലു ബനി ആദമ ഖത്താഊൻ, മുഴുവൻ മനുഷ്യരും തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്നവരാണ്. നമ്മുടെ കൂട്ടത്തിൽ തെറ്റ് ചെയ്യാത്തവരാരുമില്ല. പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഅസൂമുകളാക്കിയിട്ടുണ്ട്. മഅസൂമുകൾ എന്ന് പറഞ്ഞാൽ പാപസുരക്ഷിതരാണ്. അവർക്ക് എന്തെങ്കിലും വീഴ്ചകളോ തെറ്റുകളോ സംഭവിക്കാൻ സാധ്യത വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ട് തിരുത്തും, അത് പുറത്തു കൊടുക്കും. പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യരാണ്. പ്രവാചകന്മാർ സാധാരണ മനുഷ്യരല്ല, അസാധാരണ മനുഷ്യരാണ്. സാധാരണ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തെറ്റുകളും കുറ്റങ്ങളും നിരന്തരം ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ചില ആളുകൾക്ക് വൻ പാപങ്ങൾ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. ചിലർക്ക് ചെറുതാണെങ്കിലും അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും ജീവിതത്തിൽ ഇങ്ങനെ ഈ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വാരിക്കെട്ടി കൂട്ടിക്കെട്ടിയിട്ട് വേണം നമ്മുടെ കർമ്മഭാണ്ഡവുമായി നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാൻ. മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മവും, അവൻ പറയുന്ന ഓരോ വാക്കും, അവൻ്റെ ഓരോ പ്രവൃത്തിയും, അതൊക്കെയും രേഖപ്പെടുത്തി, അതൊക്കെ ഏടുകളാക്കി, അതൊക്കെ കെട്ടി ഭാണ്ഡമാക്കി റബ്ബിന്റെ മുമ്പിൽ നാളെ മനുഷ്യർ നിൽക്കും. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോടുള്ള, മനുഷ്യരോടുള്ള അലിവ് കൊണ്ട്, കനിവ് കൊണ്ട്, കാരുണ്യം കൊണ്ട് അവരുടെ പാപങ്ങൾ പൊറുക്കാനും അവർക്ക് ശുദ്ധീകരിക്കാനും കഴുകി ശുദ്ധീകരിക്കാനുമുള്ള ധാരാളക്കണക്കിന് അവസരങ്ങൾ നൽകുന്നു. അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടി. അപ്പൊ ചോദിക്കേണ്ടത് എന്താണെന്നറിയോ? ഈ റമദാനിൽ എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിനൊരു സംതൃപ്തി കിട്ടുന്നുണ്ടോ? ആരോടാ ചോദിക്കേണ്ടത്? വേറെ ആരോടും ചോദിക്കല്ലേ. എന്നോട് നിങ്ങൾ ചോദിക്കുക, എൻ്റെ പാപം പൊറുക്കപ്പെട്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുക. എൻ്റെ സാധ്യമല്ല. പാപം പുറത്തു എന്ന് പടച്ചവനോട് ചോദിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ സാധ്യമല്ല. അല്ലെങ്കിൽ വേറെ ചില സഹോദരന്മാരൊക്കെ ഉള്ള പോലെ കുമ്പസാരിച്ചിട്ട് പുരോഹിതൻ പറയാണ് നിന്റെ പാപങ്ങളൊക്കെ തീർന്നു, നീ ഇപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംവിധാനം നമുക്കില്ല. ലാ റഹ്ബാനിയ്യത ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ അങ്ങനെ പൗരോഹിത്യമൊന്നുമില്ല. ഇസ്ലാമിൽ അങ്ങനെ വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരാളുടെ പാപഭാരം മറ്റൊരാൾ പേറൂല്ല. ഒരാളുടെ പാപം പുറത്തു കൊടുക്കാനും പരിഹരിച്ചു കൊടുക്കാനും മറ്റൊരാൾക്ക് കഴിയില്ല. കഴിയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രം. റബ്ബ് നമ്മുടെ പാപം പുറത്തു നമുക്ക് എങ്ങനെ അറിയാം? റബ്ബ് നമ്മുടെ പാപം പുറത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ മാർഗമൊന്നുമില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നുന്നുണ്ടോ? റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു, തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ക്ലീനാണ്, റബ്ബ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, എൻ്റെ പാപങ്ങൾ, എൻ്റെ പ്രാർത്ഥന നാഥൻ കേട്ടിരിക്കുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടോ? നമ്മുടെ മനസ്സ് പറയുന്നുണ്ടോ? നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു തൃപ്തി, ഒരു സംതൃപ്തി നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിനുള്ള ഉത്തരം. സമാധാനത്തോടെ എൻ്റെ റബ്ബിലേക്ക് എനിക്ക് മടങ്ങാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ അവസ്ഥയിലാണ്, നല്ലൊരു അവസ്ഥയിലാണ്. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ തൗബയും എൻ്റെ ഇസ്തിഗ്ഫാറും എൻ്റെ ആരാധനകളും എൻ്റെ നാഥൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ മനസ്സ് നമ്മോട് പറയുന്നു, സമാധാനപ്പെടുന്നു നമ്മുടെ മനസ്സ്.
അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഈ ദിവസങ്ങളിൽ അവസാനത്തെ ദിവസം പ്രത്യേകിച്ച് കടന്നു പോകുമെന്ന് നമ്മൾ ചിന്തിക്കുക. ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ, നമ്മുടെ എൻ്റെ റബ്ബിലേക്ക്, അല്ലെ, പടച്ച റബ്ബിലേക്ക് ആത്മാർത്ഥമായിട്ട് തിരിഞ്ഞു നിന്നിട്ട് കൈ ഉയർത്താൻ, മനസ്സുകൊണ്ടൊന്ന് തേങ്ങാൻ, കണ്ണിലൊരു ഇത്തിരി കണ്ണുനീര് വരാൻ. ഇനി കണ്ണിൽ കണ്ണുനീര് വന്നില്ല, കൃത്രിമമായിട്ട് വരുത്താൻ പറ്റൂല. പക്ഷെ മനസ്സിൽ ഒരു വേദന, ഒരു തേങ്ങലുണ്ട്, ഒരു പെടച്ചിലുണ്ട്. പടച്ചവനെ പറ്റിപ്പോയി, എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തത്? നാഥാ, നീ പൊറുത്തിട്ടില്ലെങ്കിൽ, നിന്റെ കാരുണ്യം കൊണ്ട് നീ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിൽ, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദ്യത്തെ പ്രാർത്ഥന കേട്ടോ. മനുഷ്യൻ ആദ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാണെന്നറിയോ? മനുഷ്യൻ ആദ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ തന്നെ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ആദ്യം നബി അലൈഹി സ്വലാം ഹവ്വായും, അല്ലേ, ബീവിയും സ്വർഗത്തിൽ വെച്ച് പാപം ചെയ്ത് ആ പാപം അല്ലാഹു തആലയോട് ഏറ്റുപറഞ്ഞ് അല്ലാഹു തആല അത് പുറത്തു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് പുറത്തു കൊടുക്കുന്നത്? പശ്ചാത്തപിക്കാനുള്ള, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ വാചകം പറഞ്ഞു കൊടുത്തു. എങ്ങനെ പശ്ചാത്തപിക്കണം, എങ്ങനെ തൗബ ചെയ്യണം? ആ തൗബയുടെ വാചകം ഫതലഖാ ആദമു ബിറബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇങ്ങനെ പറഞ്ഞോ, എങ്ങനെ പറഞ്ഞോന്നറിയാം. അതാണ് ആദ്യത്തെ പ്രാർത്ഥന. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നാഥാ, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വലംനാ അൻഫുസനാ, ഞങ്ങളോട് അതിക്രമം കാണിച്ചു, സ്വയം അതിക്രമം, അരുതാത്തത് ചെയ്തു പോയി തമ്പുരാനെ. വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വതർഹംനാ, ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകും നാഥാ. ഇതാണല്ലോ ആദ്യത്തെ പ്രാർത്ഥന. നോക്കൂ നിങ്ങൾ, വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നിന്റെ ഗഫറും നിന്റെ മഗ്ഫിറത്തും നിന്റെ മർഹമത്തും നിന്റെ പാപമോചനവും നിന്റെ കാരുണ്യവും നീ ഞങ്ങൾക്ക് നൽകിയിട്ടില്ലെങ്കിൽ നാഥാ, ഞങ്ങൾ പരാജയപ്പെട്ടു പോകും. ഇത് മനസ്സിന്റെ കൈയാല. ഇത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ടോ? അത് വന്നിട്ടില്ലെങ്കിൽ കഷ്ടമാണ് കാര്യം. റമദാനിന്റെ അവസാനത്തെ ദിനങ്ങളിൽ എന്താ ചിന്തിക്കേണ്ടത്? ഇതാണ്, എൻ്റെ റബ്ബിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ആത്മാർത്ഥമായി കുറ്റങ്ങൾ എണ്ണി ഓർത്തെടുത്തിട്ട് പറയണം. വായ് കൊണ്ട് പറയണമെന്നൊന്നുമല്ല, നാ കൊണ്ട് പറയണമെന്നൊന്നുമല്ല ഞാൻ പറയണം. മനസ്സുകൊണ്ട്, പടച്ചവനെ, ഞാൻ ഇതാ അങ്ങനെ ചെയ്ത്, ഇങ്ങനെ ചെയ്ത്, അത് ചെയ്ത്, ഇത് ചെയ്ത്, ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റിപ്പോയി, അറിഞ്ഞും അറിയാതെ സംഭവിച്ചു പോയി നാഥാ. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നീ അലിവും കനിവും കാണിച്ചിട്ടില്ലെങ്കിൽ, നിന്റെ കാരുണ്യം കിട്ടിയില്ലെങ്കിൽ പരാജയപ്പെട്ടു. എന്തൊക്കെ തെറ്റുകൾ ഓരോരുത്തർക്ക് അറിയുള്ള അവനവൻ്റെ തെറ്റുകൾ, അല്ലേ? ആ തെറ്റുകളെ മുഴുവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നോക്ക്. അങ്ങനെ ആത്മാർത്ഥമായി ഒരാൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞുവെങ്കിൽ, ആത്മാർത്ഥമായി ഒരാൾ അള്ളാഹുവിലേക്ക് മടങ്ങിയെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ തമ്പുരാൻ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? ആ തെറ്റുകളും കുറ്റങ്ങളും അങ്ങനെ അങ്ങ് സ്വീകരിക്കുക, അതങ്ങനെ അങ്ങ് പുറത്തു കൊടുക്കുക. തീർന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്തൊരാൾ വന്നു. പ്രായമുള്ളവളാ, നല്ല പ്രായമുണ്ട്, കണ്ണൊന്നും ശരിക്കും കാണുന്നില്ല. അയ്യക്കും മുഹമ്മദ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് എന്നൊക്കെ ചോദിച്ചു. അന മുഹമ്മദ് റസൂലുള്ള, ഞാനാണ് മുഹമ്മദ് റസൂലുള്ള. എനിക്കൊരു കാര്യം പറയണ്ടേ, ഞാൻ മുഹമ്മദ്, നീ ഇപ്പം ഇങ്ങനെ ഒരു കാര്യം, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടല്ലോ, അപ്പം ഞാൻ നിന്റെ കൂടെ വരാൻ പോവുകയാണ്, നിന്നിൽ വിശ്വസിക്കാൻ പോവുകയാണ്, ഞാൻ മുസ്ലിം ആകാൻ പോവുകയാണ്. പക്ഷെ എന്താ എനിക്ക് ഗുണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല താങ്കളുടെ പാപങ്ങളൊക്കെ പുറത്തു തന്ന് താങ്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, സ്വർഗം കിട്ടും. സ്വർഗം കിട്ടും. അപ്പൊ എൻ്റെ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു. എത്ര പാപങ്ങളാന്ന് വെച്ചിട്ട്, എൻ്റെ പാപങ്ങളെ കുറിച്ച് നിനക്കറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കറിയില്ല, ആർക്ക്. എൻ്റെ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാപാപങ്ങളാണ്, ഞാൻ അത്രയും വൃത്തികെട്ടവനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ദേ ആ പുറകിൽ കാണുന്ന മലയില്ലേ, ഉഹുദ് മല, ആ മലയോളം പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല അത് പുറത്തു തരും. എന്നല്ല, നിങ്ങളുടെ പാപങ്ങൾ അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നന്മയാക്കിയിട്ട് മാറ്റിത്തരും. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖാ അസാമ യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാന.
ഇബാദുർ റഹ്മാന്റെ വിശേഷണങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരിക്കൽ അത് പറയും. ഇൻഷാ അല്ലാഹ് ഇബാദുർ റഹ്മാന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാർ, അടിമകൾ, അവരുടെ സ്വഭാവ ഗുണങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു കുറേ എണ്ണം. അതിൽ കൂട്ടത്തിൽ ഇടയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, 3 കൊടിയ തിന്മകളെ കുറിച്ച് പറഞ്ഞു. ആ തിന്മകൾ അവർ ചെയ്യില്ല. വല്ലദീന ലാ യദഊന മഅല്ലാഹ്, അള്ളാഹുവിനോടൊപ്പം വേറൊരാളെ വിളിച്ച് പ്രാർത്ഥിക്കൂല, ശിർക്ക് ചെയ്യൂല. നമ്മുടെ തങ്ങളെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖെ കാക്കണേ, മറ്റയാളെ കാക്കണേ, അവരെ. വല്ലദീന ലാ യദഊന മഅല്ലാഹ്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായിരിക്കും, അതവര് ചെയ്യില്ല, ശിർക്ക് ചെയ്യില്ല. വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു തആല ആദരിച്ച ആത്മാവിനെ, ഒരു മനുഷ്യാത്മാവിനെ അന്യായമായിട്ട് കൊല്ലില്ല. ന്യായമായ കൊല എന്ന് വെച്ചാൽ ശിക്ഷാവിധിയിലുള്ള കൊല, അല്ലെങ്കിൽ യുദ്ധത്തിൽ അനിവാര്യമായ ഏറ്റുമുട്ടൽ, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതിനപ്പുറത്ത് മനുഷ്യന്റെ ജീവന്റെ വിലയെ, മനുഷ്യന്റെ ജീവനെ മാനിക്കും, കൊല്ലൂല. വലാ യസ്നൂൻ, വ്യഭിചരിക്കൂല. വമൻ യഫ്അൽ ദാലിക യൽഖാ സാമ, ഇത് ചെയ്താൽ, ഈ തെറ്റുകൾ ചെയ്താൽ, യൽഖാ സാമ, അതിന്റെ കുറ്റം അവൻ കണ്ടുമുട്ടും, അതിന്റെ പാപം അവൻ കണ്ടുമുട്ടും. യുളാഅഫു ലഹുൽ അദാബ്, അവന്റെ ശിക്ഷ ഇരട്ടി ഇരട്ടിയായിട്ട് നൽകപ്പെടും. വയഖ്ലുദു ഫീഹി മുഹാന യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാന, അന്ത്യനാളിൽ നിന്ദ്യമായിട്ട് ആ ശിക്ഷയിൽ നിത്യമായി വസിക്കും. എന്നിട്ട് പറഞ്ഞു നോക്കണേ, അതാണ് ഇല്ലാ മൻ താബ, എന്നാലുണ്ടല്ലോ ഖേദിച്ചു മടങ്ങിയവർ, പറ്റിപ്പോയ തെറ്റുകളും കുറ്റങ്ങളിൽ നിന്നും ഖേദിച്ചു മടങ്ങുന്നവർ. തൗബ എന്ന് പറഞ്ഞാൽ അതാണ്, ഖേദിച്ചു മടങ്ങും. ഇല്ലാ മൻ താബ വ ആമന, എന്നിട്ട് സത്യവിശ്വാസം സ്വീകരിച്ചു, പഴയതൊക്കെ വിട്ടു, ഇപ്പൊ ശരിയായ വഴിക്കാം. നമ്മൾ കളിയാക്കും, ഓൻ പണ്ടാരായിരുന്നു. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല കളിയാക്കൂല, അല്ലാഹു തആല കളിയാക്കൂല. നമുക്ക് അങ്ങനെ കോലം കെട്ടി ഇറങ്ങി, എനിക്കറിയാം ഓന്റെ പണ്ടത്തെ കാലം അറിയാം, നമുക്ക് പറയാൻ പാടില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയില്ല നീ പണ്ടെങ്ങനെയാന്ന്. ഇല്ലാ മൻ താബ, തൗബ ചെയ്തവൻ, വ ആമന, സത്യവിശ്വാസം സ്വീകരിച്ചവൻ, വ അമില അമലൻ സാലിഹൻ, പിന്നെ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. പണ്ട് കാലത്ത് വേണ്ടാതീനം കുറെ ചെയ്തിട്ടുണ്ട്, അതിനെയൊക്കെ തോൽപ്പിക്കുന്ന വിധം സൽക്കർമ്മങ്ങളാണ്. എന്നാ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യുന്ന പണി നിങ്ങൾ നോക്കൂ. ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അല്ലാഹു തആല അവന്റെ തെറ്റുകളൊക്കെ നന്മയാക്കിയിട്ട് മാറ്റി കൊടുക്കും. ആ ഉഴുതുമലയോളം പാവങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും നിങ്ങളുടെ നന്മയാക്കി റബ്ബ് തരുമെന്ന് പറഞ്ഞില്ലേ? എന്താണെന്നറിയാം കാരണം? വകാനല്ലാഹു ഗഫൂറുർ റഹീമ, റബ്ബ് ഗഫൂറും റഹീമുമ. ഗഫൂർ എന്ന് പറഞ്ഞാൽ ഏറെ പൊറുക്കുന്നവന, റഹീം എന്ന് പറഞ്ഞാൽ ഏറെ കരുണ ചെയ്യുന്നവന. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിശേഷണങ്ങളിൽ അല്ലാഹു വദൂദാണ് കേട്ടോ, അല്ലാഹു ലത്തീഫാണ് കേട്ടോ, അല്ലാഹു ഹലീമാണ് കേട്ടോ, അല്ലാഹു തആല അവന്റെ അലിവ്, അവന്റെ കനിവ്, അവന്റെ ദയ, റഊഫാണ് കേട്ടോ, ദയാലുവാണ് റബ്ബ് സുബ്ഹാനഹു തആല. വകാനല്ലാഹു ഗഫൂറുർ റഹീമ. അതുകൊണ്ട് എന്തിന് നിരാശപ്പെടണമെന്ന? ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. പ്രവാചകരെ പറഞ്ഞേക്കുക, സ്വന്തത്തോട് അതിക്രമം കാണിച്ച, തെറ്റുകുറ്റങ്ങളിൽ മുങ്ങിപ്പോയ മനുഷ്യരുണ്ടോ അവരോട് പറഞ്ഞേക്കുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു തആല എല്ലാ പാപങ്ങളും പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. കാരണം എന്താണെന്നറിയോ? റബ്ബ് ഗഫൂറുർ റഹീമുമാ, ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാ. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇത്ര ചെയ്യൂ, ഇതാണ് ചെയ്യേണ്ടത്. വ അനീബു ഇലാ റബ്ബിക്കും വ അസ്ലിമൂ ലഹു, റബ്ബിലേക്ക് തിരിഞ്ഞു നിൽക്കും, മടങ്ങൂ. നിങ്ങൾ ആ വഴി വിട്ടിട്ട് തിരിച്ചിങ്ങോട്ട് പോരും, ഇങ്ങോട്ട് മടങ്ങി വാ. വ അസ്ലിമൂ ലഹു, അവന് സമർപ്പിക്ക്. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, അത് ശിക്ഷ വരുന്നതിന് മുമ്പായിരിക്കണം കേട്ടോ. അവസാനം റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയിട്ട് തൗബല്ല, ഇനി തുബ്തുല്ലാൻ, ഇപ്പൊ ഞാൻ തൗബ ചെയ്തു അല്ലേ? ഫിറോൻ വരെ പറഞ്ഞു ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ. അല്ല എന്ന് ഖുർആൻ ചോദിച്ചു, ഇപ്പോഴാണോ? അത് സാധ്യമല്ല. ശിക്ഷ വന്നെത്തുന്നതിന്റെ മുമ്പ്, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന്റെ മുമ്പ്, സൂര്യൻ പടിഞ്ഞാറുദിക്കുന്നതിന്റെ മുമ്പ്, ലോകത്തെ അവസാനത്തിന്റെ മുമ്പ്. ലോകാവസാനത്തിന്റെ മുമ്പില്ലെങ്കിൽ നമ്മുടെ അവസാനം, അതാണ് നമ്മുടെ അവസാനം, നമ്മുടെ ലോകാവസാനം അല്ലേ? നമ്മുടെ അവസാനത്തിന് മുമ്പ്, അഥവാ നല്ല അവസ്ഥയിൽ നിങ്ങൾ നിൽക്കേ, നിങ്ങൾക്ക് ബോധം വന്ന് നിങ്ങൾ തിരിച്ചു വരൂ. അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഥ ഒരുപാട് കേട്ടിട്ടുണ്ട്, ചരിത്രങ്ങൾ, സംഭവങ്ങൾ, ഹദീസിലല്ലേ? 100 ആളെ കൊന്ന ആൾ വരെ, 100 ആളെ കൊന്ന ആൾക്ക് വരെ തൗബയല്ലേ? തൗബ ചെയ്തപ്പോൾ റബ്ബ് സ്വീകരിച്ചില്ലേ? അയാളോട് അവസാനത്തെ പണ്ഡിതൻ പറഞ്ഞു, 99 ആളെ കൊന്നിട്ട് ഒരു പണ്ഡിതന്റെ അടുത്ത് ചോദിച്ചു, പറഞ്ഞു അത് മറ്റേ പണ്ഡിതനാ. എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞ നീയൊക്കെ ഇപ്പൊ നന്നാകാൻ പോകുന്ന വെച്ച്, നീ ഒന്നും ഗുണം പിടിക്കൂല എന്ന് പറയണേ, അങ്ങനെ ഉണ്ടല്ലോ.
ആ പുരോഹിതൻ പറഞ്ഞു, നീ ഒന്നും നന്നാവാൻ പോകുന്നില്ല, 99 ആളെ കൊന്ന നിനക്ക് നീ എന്ത് തൗബ? എന്നാ കിടക്കട്ടെ എന്ന് പറഞ്ഞ അയാൾ ഈ കൊന്നു, 100ആയി. പിന്നെയും മനസ്സിൽ ഖേദം, അതാണ് പിന്നെയും മനസ്സ് പിടക്കുന്നു. അപ്പൊ പിന്നെയും അന്വേഷിച്ചു ആരുണ്ടോ. കാര്യങ്ങളും ബോധ്യമുള്ള ഒരു പണ്ഡിതനെ, ഒരു പുരോഹിതനെ കാണുക. അയാൾ പറഞ്ഞു, നിനക്ക് തൗബുണ്ട്, നീ മടങ്ങ്, നിന്റെ റബ്ബ് നിന്നോട് കാരുണ്യം കാണിക്കും, നീ നിന്റെ വഴിയൊക്കെ വിട്ട് പുതിയ വഴിയിലേക്ക് പ്രവേശിക്കും. ആ നാട്ടിലേക്ക് നീ പോകല്ല, ആ കൂട്ടുകെട്ടിലേക്ക് നീ പോകല്ല. അവരാ നിന്നെ പറ്റിച്ചത്, ആ കമ്പനിയാണ് നിന്നെ പറ്റിച്ചത്, ആ കൂട്ടാണ് നിന്നെ പറ്റിച്ചത്. അങ്ങോട്ട് നീ പോകരുത്, നീ വേറെ നല്ല മനുഷ്യരിലേക്ക് ചെല്ല്. നല്ല മനുഷ്യർ ജീവിക്കുന്ന ഒരു ഇടം ഞാൻ നിനക്ക് പറഞ്ഞുതരാം, അങ്ങോട്ട് നടക്ക്. അയാൾ അങ്ങോട്ട് പോയി, പശ്ചാത്താപ മനസ്സോടുകൂടി. പോകുന്ന വഴിയിൽ അയാൾ അവിടെ മരിച്ചു വീണ് മരിച്ചു. ആകാശലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാ, കേട്ടിട്ടില്ലേ? ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്ത മാത്രം. ആകാശലോകത്തുനിന്ന് മലക്കുകൾ, 2 കൂട്ടം മലക്കുകൾ വന്നു. നല്ല മനുഷ്യരുടെ ആത്മാവിനെ കൊണ്ടുപോകാൻ സ്വർഗത്തുനിന്ന് മലക്കുകൾ വരും, ചീത്ത മനുഷ്യരുടെ ആത്മാവിനെ കൊണ്ടുപോകാൻ നരകത്തുനിന്ന് മലക്കുകൾ വരും. അല്ലേ? ഹദീസിലൊക്കെ വിശദമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 2 മലക്കുകളും വന്നു. കാരണം എന്താണെന്നറിയോ? 100 ആളെ കൊന്ന ആളാ. അപ്പൊ പാപികളെ കൊണ്ടുപോകാൻ വേണ്ടി മലക്കുകൾ. പക്ഷെ തൗബ ചെയ്ത മനുഷ്യനാ, അപ്പൊ അയാളെ കൊണ്ടുപോകാൻ വേണ്ടി സ്വർഗത്തുനിന്ന് മലക്കുകൾ. തർക്കമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മലക്കുകൾ. അപ്പൊ അവർക്കിടയിൽ ഒരു മലക്ക് മദ്യം പറഞ്ഞു എന്ന് പറയില്ലേ നമ്മൾ, ഈ മനുഷ്യൻ വന്ന വഴിയും പോകാനുള്ള വഴിയും നിന്ന് അളന്നു നോക്ക്. വന്ന വഴിയേക്കാളും പോകാനുള്ള വഴി കുറച്ചാണോ എങ്കിൽ അയാൾ സ്വർഗത്തിലാണ്, നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതല്ല, വന്ന വഴി പിന്നെയും പോകാനുള്ള വഴി കൂടുതലും വന്ന വഴി കുറച്ചുമാണെങ്കിൽ അയാളെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അങ്ങനെ അവരളന്നെന്നും ആ മനുഷ്യൻ അതിർത്തിയിൽ നിന്ന് നന്മയുടെ വഴിയിലേക്ക്, സ്വർഗത്തിന്റെ വഴിയിലേക്ക് ചാഞ്ഞു വീണിരിക്കുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ. ആരാന്നറിയോ? 100 ആളെ കൊന്ന ആൾ. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? ലാ തഖ്നതു മിർ റഹ്മത്തില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരും. ആത്മാർത്ഥമായി റബ്ബിലേക്ക് മടങ്ങും. വഅനീബു ഇലൈഹി വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു. റബ്ബിലേക്ക് മടങ്ങും, റബ്ബിലേക്ക് തിരിയും. ഇതൊക്കെ ചിന്തിക്കാനുള്ള അവസാനത്തെ സമയമാണെന്ന് ഞാൻ ഈ പറഞ്ഞത്. ഒരുപക്ഷെ ജീവിതത്തിൽ തന്നെ ഇത് അവസാനത്തെ സന്ദർഭമാണെന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ റമദാനിന്റെ അവസാന ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ എന്താണ് നമുക്ക് ഉണ്ടാകേണ്ട ചിന്ത എന്ന് വെച്ചാൽ ഈ ചിന്തകളാണ്. നമ്മൾ വല്ലാത്തൊരനുഭവം, വല്ലാത്തൊരവസരം നാഥൻ നമുക്ക് തന്നിരിക്കുകയാണ്. ആ അവസരത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി നമ്മുടെ നാഥനിലേക്ക്, റബ്ബിലേക്ക് മടങ്ങാൻ. എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് ഞാനൊരു പുതിയ മനുഷ്യനാണ്. ചൊവ്വാലോ പിറക്കുമ്പോൾ, അമ്പിളി പിറക്കുമ്പോൾ പുതിയൊരു മനുഷ്യനായിട്ട് ഞാനും ഇവിടെ ജനിക്കും, പിറക്കും എന്ന് ഉറപ്പിച്ച് തീരുമാനിക്കും. അതിൽ പോരായിക വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും അവസരമുണ്ടെന്ന്, അതാ ഞാനിത് പറഞ്ഞത്. ഇനിയും അവസരമുണ്ട്. 2-3 ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് മണിക്കൂറുകളാണ് നമ്മുടെ നാഥനിലേക്ക് മടങ്ങാൻ, ആത്മാർത്ഥമായിട്ട് മടങ്ങാൻ. അതാണ് തൗബ എന്ന് പറഞ്ഞാൽ. താബ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയും? തിരിച്ചു പോവുക, തിരിച്ചു മടങ്ങി പോവുക, റബ്ബിലേക്ക് മടങ്ങുക. 2-3 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്, വിശദമായിട്ട് പറയാൻ നമുക്ക് ഇപ്പം സമയമില്ല. ഒന്നെന്താണെന്നറിയോ? തൗബ സ്വീകരിക്കുക. അല്ലാഹു തആല തൗബ, ആരുടെ തൗബ സ്വീകരിക്കാം? ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്താൽ സ്വീകരിക്കും. ആത്മാർത്ഥമായ തൗബ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒന്ന്, അതിൽ ഖേദമുണ്ടാകും, സംഭവിച്ചു പോയതിലൊക്കെ ഖേദമുണ്ട്, ദുഃഖമുണ്ട്. 2, അത് ഒഴിവാക്കിയ ആ തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കണം, ഇനി അതില്ല. 3, അതിലേക്ക് ഇനി ഞാൻ തിരിച്ചു പോകില്ല, ഉറച്ച തീരുമാനം. ഈ 3 കാര്യങ്ങളോട് കൂടിയാണോ നിങ്ങൾ റബ്ബിനോട് കൈമലർത്തുന്നത്, റബ്ബിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്, ചോദിക്കുന്നത്? ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. റബ്ബ് സുബ്ഹാനഹു വ തആല പൊറുക്കും, തീർച്ച. അതുകൊണ്ട് നമ്മുടെ നാഥനിലേക്ക് തിരിച്ചു പോവുക, മടങ്ങുക. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങൾ കടന്നു പോവുകയാണ്. ജാഗരൂകരായിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പെരുന്നാൾ വരാൻ പോവാം. ഞാൻ പറഞ്ഞല്ലോ ആദ്യം, പെരുന്നാളിനെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ വേണ്ടി കാണിച്ചു. തീർച്ചയായിട്ടും സത്യവിശ്വാസികൾക്ക് സന്തോഷം, ആ സന്തോഷമാണ് നമ്മുടെ പെരുന്നാൾ വരാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക, നല്ല വസ്ത്രം ധരിക്കുക, പെരുന്നാളിന് നല്ല ഭക്ഷണം കഴിക്കുക, സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ സന്ദർശിക്കുക, സന്തോഷിക്കുക, ആഹ്ലാദിക്കുക. അനുവദനീയമായ എല്ലാ വിനോദങ്ങളും, തെറ്റിലേക്ക് പോകാത്ത എല്ലാ സന്തോഷങ്ങളും നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ പെരുന്നാളുണ്ട്. അപ്പോൾ പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിത്ർ, സക്കാത്ത്. അറിയല്ലോ, സക്കാത്തുൽ ഫിത്ർ ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ്.
സക്കാത്തുൽ ഫിത്ർ കൊടുത്തിട്ടാണ് നമുക്ക് ആഘോഷം. നമ്മളെപ്പോഴും നമ്മുടെ ആരാധനകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്നറിയും, അതിനൊരു സാമൂഹ്യ തലം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ സക്കാത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു നോമ്പിനും അതിനുണ്ട് അല്ലേ. ഒരാൾ നോമ്പ് വെക്കുന്നത് പോലെ കൂലിയുള്ള കാര്യമാണ് ഒരാൾ നോമ്പ് തർപ്പിച്ചാൽ. നോക്കും, നിങ്ങൾ അപ്പുറത്തേക്കും കൂടി നോക്കണം, അവരനെ കൂടി അറിയണം. നിങ്ങളിൽ മാത്രം ചുരുങ്ങാതെ നിങ്ങളുടെ കണ്ണും മനസ്സും ചുറ്റുമുള്ളവരിലേക്ക് കൂടി എത്തണം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിക്കൊണ്ട് പറഞ്ഞൊരു വാചകം എന്താണെന്നറിയോ? ഇന്ന് നമ്മുടെ നാട്ടിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല. അത്ര മഹത്തായ കാഴ്ചപ്പാടാണ്, സങ്കല്പമാണ് നൽകിയിരിക്കുന്നത് നമ്മൾ നോക്കും. അതുകൊണ്ട് സക്കാത്തുൽ ഫിത്ർ റളിയല്ലാഹു അൻഹുമാ ഖാല ഫർദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ സാഅം മിൻ തംറിൻ ഔ സാഅം മിൻ ശഈരിൻ അലൽ അബ്ദി വൽ ഹുർരി വൽ ദക്കരി വൽ ഉൻസാ വസ്സഗീരി വൽ കബീരി മിനൽ മുസ്ലിമീൻ وأمر بها أن تؤدى قبل خروج الناس إلى الصلاة متفق عليه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സക്കാത്തുൽ ഫിത്ർ കൊടുക്കാൻ കൽപ്പിച്ചു, നിർബന്ധമാക്കി. ഫറള ഒരു സാഴ്, ഒന്നുകിൽ തംറ് ഒരു സാഴ്, നമ്മൾ പറയുന്നത് ഈ 2.25 കിലോ 2.5 കിലോന്റെ ഒരു കണക്ക് ഇപ്പം നമ്മൾ പറയുന്നുണ്ട്, അതാണ്. ഒന്നുകിൽ തംറ് അല്ലെങ്കിൽ ഷഈർ, ഗോതമ്പ് അല്ലേ. ഒരു നാട്ടിൽ ഏതാണോ പ്രധാനപ്പെട്ട ആഹാരം, നമ്മുടെ നാട്ടിലെ അരിയാണ്, അത് കൊടുക്കുക. അതെല്ലാവർക്കും വേണ്ടി കൊടുക്കണം. അല്ലല്ല അബ്ദി വൽ ഹുർരി, സ്വതന്ത്രനും അടിമയ്ക്കും തൊഴിലാളിക്കും മുതലാളിക്കും ഒക്കെ ഉണ്ട്, സ്ത്രീക്കും പുരുഷനും സഗീറും കബീർ കുട്ടിക്കും, മുസ്ലിങ്ങളിലുള്ള എല്ലാവർക്കും. അതിൻ്റെ ഉത്തരവാദിത്വം ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ നാഥനാണ്. കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ ആ 5 പേർക്ക് വേള കൊടുക്കണം. പെരുന്നാൾ ദിവസം ആഹാരം കഴിക്കാച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരും കൊടുക്കണം. അപ്പോൾ അത് മിക്കവാറും നമുക്ക് എല്ലാവരും കൊടുക്കണം. അതും ഇല്ലാത്ത പരമദരിദ്രരുണ്ടോ? ഉണ്ടെങ്കിൽ അവർ കൊടുക്കണ്ട. അതല്ല, പെരുന്നാൾ ദിവസത്തെ ചെലവ് കഴിച്ച് ബാക്കിയുള്ള ആരും ഈ ഒരു സക്കാത്തുൽ ഫിത്ർ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കണം. ആർക്കാണ് കൊടുക്കേണ്ടത്? ഫക്കീറിനും മിസ്കീനുമാണ് പ്രധാനമായിട്ട് കൊടുക്കേണ്ടത്. അതാണ്, ഫക്കീറിനും മിസ്കീനുമാണ് കൊടുക്കേണ്ടത്. അപ്പൊ സക്കാത്ത് ഇത് അഥവാ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫക്കീറാണ് അല്ലെങ്കിൽ മിസ്കീൻ. ഫക്കീർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പരമദരിദ്രനാണ്. പരമദരിദ്രമൊന്നുമില്ല. മിസ്കീൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ട്, പക്ഷേ പ്രയാസങ്ങളുമായിട്ടാണ് കുറേ കാര്യങ്ങൾ ഒത്തുപ്പിച്ചിങ്ങനെ പോവുകയാണ്. അതാണ് ഇനി മിസ്കീൻ എന്ന് പറയുന്നത്. അവർക്കും കൊടുക്കാം. അതിനപ്പുറത്ത് ഇത് ആവശ്യമില്ലാത്തവർക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരതിന് അർഹരല്ല. അർഹരല്ലാത്തവരത് സ്വീകരിക്കാനും പാടില്ല. ആരെങ്കിലും അതിൽ മുട്ടിയിട്ട് ഫിത്ർ സക്കാത്താണെന്ന് പറഞ്ഞേക്കണം, ഞാൻ ഫക്കീറും അല്ല, ഞാൻ മിസ്കീനും അല്ല, അതെനിക്ക് അർഹതയില്ല, ഇത് നിങ്ങൾ അപ്പുറത്ത് കൊടുക്കുക. ഒരു നാട്ടിൽ അത് സ്വീകരിക്കാൻ ആളില്ലെങ്കിൽ അപ്പുറത്തുണ്ടോ എന്ന് നോക്കാമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഈ സക്കാത്തുൽ ഫിത്രൊക്കെ കൂടി കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് വാങ്ങാൻ എവിടെ ഫക്കീർ മിസ്കീൻ എന്ന് വെച്ചാൽ ഉള്ളവർക്ക് ആവശ്യത്തിന് കൊടുക്കൂ, ബാക്കി ഉണ്ടെങ്കിൽ അപ്പുറത്തൊക്കെ. നമ്മുടെ രാജ്യം അല്ലേ വിശാലമായിട്ട് കിടക്കാം. നമ്മൾ നോർത്തിലേക്കൊക്കെ പോയാൽ പട്ടിണിയുടെ ദാരിദ്ര്യത്തിൻ്റെ, അപ്പോൾ അവിടെയൊക്കെ സംവിധാനങ്ങളുണ്ട്, നമ്മുടെ തന്നെ സംവിധാനം, അങ്ങോട്ടൊക്കെ കൊടുക്കാം. അങ്ങനെ ഇപ്പുറത്തൊക്കെ കൊടുക്കാം. അങ്ങനെ ഇത് അർഹതപ്പെട്ട ആളുകളുടെ കയ്യിലെത്തണം. പെരുന്നാൾ നമസ്കാരത്തിൻ്റെ മുമ്പ് കേട്ടോ, നമസ്കാരം കഴിഞ്ഞിട്ട് കൊടുത്താൽ സക്കാത്തുൽ ഫിത്ർ വീടൂല. സക്കാത്തുൽ ഫിത്ർ കൊടുത്തിട്ടില്ലെങ്കിൽ നോമ്പ് വഴിയിൽ തങ്ങി നിൽക്കുന്ന അല്ലാഹു തആലയുടെ അടുത്തേക്ക് എത്തൂല, പെരുന്നാൾ നമസ്കാരം പോലും ശരിയാവില്ല. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഏറ്റവും അർഹതപ്പെട്ട രൂപത്തിൽ അത് കൈകാര്യം ചെയ്യുക. പെരുന്നാളിൽ നോമ്പ് മാസപ്പിറവി കണ്ടാൽ അത് കൊടുക്കുക. അതിന് മുമ്പ് 1-2 ദിവസം മുമ്പ് ഒന്നും കൊടുത്താൽ അതിന് കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന. കഴിയുന്നതും ആഹാര സാധനം, ധാന്യം അല്ലെങ്കിൽ അരിയൊക്കെ തന്നെയായിട്ടാണ് കൊടുക്കേണ്ടത് എന്നുകൂടി പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പോൾ ഈ കാര്യമൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മഹലിൽ വളരെ വ്യവസ്ഥാപിതമായിട്ട് നടക്കുന്ന ഒരുപാട് കാലങ്ങളായിട്ട് അതുമായിട്ട് എല്ലാവരും സഹകരിച്ചിട്ട് കുറ്റമറ്റ രൂപത്തിൽ അത് നടത്താൻ വേണ്ടി എല്ലാവരും മുമ്പോട്ട് വരിക. പെരുന്നാൾ ഞാൻ പറഞ്ഞ പോലെ നല്ല രൂപത്തിൽ ആഘോഷിക്കാൻ, സന്തോഷത്തോടെ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുക. അതോടൊപ്പം നമ്മുടെ വേദനയൂറുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്, മറക്കാതിരിക്കുക. ആ അവസ്ഥ എന്താണെന്നറിയും? ആ അവസ്ഥ നമ്മുടെ സഹോദരന്മാർ ഫലസ്തീനിലും ഗസയിലും അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തും വളരെ ബുൾഡോസിങ്ങാണ്. എന്താ പറയുക, കുറ്റങ്ങൾ ആരോപിക്കുക, വീടൊക്കെ പൊളിച്ചു കളയുക, തെരുവിലേക്ക് തള്ളുക. എന്തുമാത്രം ക്രൂരമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുക. മർദ്ദിതർക്കൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥന ഈ സമയങ്ങളിൽ, അതുപോലെ പെരുന്നാളിൻ്റെ സമയങ്ങളിലൊക്കെ എപ്പോഴും ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ നാഥ, ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഈ റമദാൻ ഞങ്ങളോട് വിട പറയുന്നു താഥ. ഞങ്ങൾക്ക് നീ നൽകിയ ഈ അനുഗ്രഹത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ തമ്പുരാനെ. പാവങ്ങൾ പുറത്തു തരണേ നാഥ. ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇസ്തിഗ്ഫാർ സ്വീകരിക്കണേ നാഥ. ഞങ്ങളുടെ നമസ്കാരവും ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ ദാനധർമ്മങ്ങളും ഒക്കെയും
സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിലൊക്കെ സംഭവിച്ചിട്ടുള്ള വീഴ്ചകളും പോരായ്മകളും ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ അല്ലാത്ത കുറ്റങ്ങളെ ഞങ്ങൾ നീ പിടികൂടരുതേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങൾക്ക് ദീർഘായുസ്സു നൽകണേ നാഥ, ആരോഗ്യം നൽകണേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് നീ മനഃശാന്തിയും സമാധാനവും നൽകണേ നാഥ. അവർക്ക് സേവനം ചെയ്യുന്ന നല്ല മക്കളായി മാറാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ തമ്പുരാൻ. പടച്ചവനെ അവരിൽ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ, മർഹമത്ത് നൽകണേ നാഥ. അവരുടെ ഖബറുകളെ വിശാലമാക്കണേ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളായി മാറാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ തമ്പുരാനെ. പടച്ചവനെ നാഥ, ഞങ്ങളുടെ മക്കളെ നന്നാക്കി തരണേ തമ്പുരാനെ. കാലഘട്ടം വളരെ വളരെ മോശകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെ അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളുടെ ആധിക്യം വളരെ 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 ഞങ്ങൾ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നാഥ, ഞങ്ങളുടെ മക്കൾ കൈവിട്ടു പോവുകയാണ് തമ്പുരാനെ. നീ ഞങ്ങൾക്ക് തുണയേകണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ തലമുറയെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ ചെറുപ്പക്കാരെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ കൗമാരക്കാരെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ കുട്ടികളെ കാക്കണേ റബ്ബേ. നിന്റെ താങ്ങും തണലും നിന്റെ കാവലും നൽകി അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളുടെ ജീവിത മാർഗങ്ങളിൽ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ കൃഷിയിൽ, ഞങ്ങളുടെ ഏർപ്പാടുകളിൽ നീ ബർക്കത്ത് നൽകണേ നാഥ. ഹലാലായ ജീവിത മാർഗം നൽകണേ തമ്പുരാനെ. ഹറാമുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നാഥ, ഞങ്ങളെ ഹറാമുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവർ, വേദന തിന്നുന്നവർ, നിത്യമായി രോഗികളായി കിടക്കുന്നവർ, നാഥ നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവരുടെ രോഗം ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. വേദനയ്ക്ക് ആശ്വാസം നൽകണേ തമ്പുരാനെ. അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ ലോകത്തുടനീളം പൊരുതുന്ന, സത്യത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന ഞങ്ങളുടെ സഹോദരന്മാർ ഗസയിൽ, ഫലസ്തീനിൽ, മറ്റു പ്രദേശങ്ങളിലൊക്കെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിന്റെ കാരുണ്യം നൽകണേ തമ്പുരാനെ. അവരുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. സത്യവിശ്വാസികൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر إخواننا في فلسطين وغزة يا رب العالمين اللهم دمر أعداءك وأعداء الدين اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عنا ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين. أخذ الصلاة.